അഴിമതി വീരന്മാരായ നേതാക്കന്മാര്, വ്യഭിചാര സ്വഭാവം അനുകരിക്കുന്ന വർഷങ്ങളായിട്ടുള്ള നേതാക്കന്മാര്. 40 വർഷമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ചീത്ത കാര്യങ്ങൾക്ക് മൗനസമ്മതം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഭാരവാഹിത്വം കിട്ടും. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്ന് തുടങ്ങിയിട്ടുള്ളതാണ് ഈ പണി. ഏതോ ഒരു പാവപ്പെട്ട പെണ്ണ് അത് റെക്കോർഡ് ചെയ്തുകൊണ്ട് നമുക്ക് ബോധ്യമായി. ആണുങ്ങൾക്ക് പോലും ശല്യം ചില നേതാക്കന്മാർക്ക് നിന്നുണ്ടായിരുന്നു. അതുപോലും രഹസ്യമായിരുന്നു ആണുങ്ങൾക്ക്. ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയൊക്കെ ഒന്ന് ശബ്ദിച്ചു. പക്ഷെ ഇവരൊക്കെ ഒരുപാട് കാലം വാടച്ചിട്ട് തെറ്റിന് കൂട്ടുനിന്ന വനിതാ നേതാക്കന്മാരാണ്. നമസ്കാരം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ കടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസും കടുത്ത തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. 6 മാസത്തേക്ക് അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായുള്ള വാർത്തയാണ് നിലവിലിപ്പോൾ പുറത്തു വരുന്നത്. എങ്കിലും കൂടുതൽ നടപടികളിലേക്ക് കോൺഗ്രസ് ഇനി കടക്കുമോ എന്നുള്ള ചോദ്യമാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത്. MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. എന്തായാലും നിലവിലിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഒരു പൊതുപ്രവർത്തക എസ് മണിമേഖല എന്ന പൊതുപ്രവർത്തക ഇപ്പോൾ സത്യാഗ്രഹം ഇരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും ആവശ്യം ഉന്നയിക്കുന്നത് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളതാണ്. എന്തായാലും ശ്രീ മണിമേഖല തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ നിലവിലിപ്പോൾ രാജിവെക്കില്ല എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഴിമതി വീരന്മാരായ നേതാക്കന്മാര്, വ്യഭിചാര സ്വഭാവം അനുകരിക്കുന്ന വർഷങ്ങളായിട്ടുള്ള നേതാക്കന്മാര് പല പ്രസ്ഥാനങ്ങളിലും ഉണ്ട്. ഒന്നിനെ മാത്രമല്ല ഞാൻ പറയണം. പക്ഷേ എനിക്ക് 40 വർഷമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇവർ അങ്ങനെയുള്ള നേതാക്കന്മാർ കണ്ടിന്യൂസ് ആയിട്ട് ചീത്ത സ്വഭാവമുള്ള ആളുകൾക്ക് വൻ സപ്പോർട്ടാണ് ചെയ്യണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്നെ സംബന്ധിച്ച് ഇപ്പം ഞങ്ങളെ ഫാമിലിയിൽ നല്ല കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ വളർത്തിയെടുക്കണം നല്ലവരായിട്ടാണ്. പക്ഷെ അതിൽ ഒരാളെ രാഷ്ട്രീയത്തിൽ ഇറക്കാൻ നമുക്ക് തോന്നൂല. കാരണം രാഷ്ട്രീയം എന്താണെന്ന് കേട്ടാൽ സിനിമാ ഫീൽഡിനെതിരെ കുറേ വാർത്തകൾ വന്നില്ലേ. അതെല്ലാം സത്യസന്ധമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ, പൊതുപ്രവർത്തക. അല്ലാതെ എല്ലാ ആണുങ്ങളെ തേജോവധം ചെയ്യാൻ ആളുകൾ അഭിനയിച്ചിറങ്ങണേ. അല്ലാതെ ഒറ്റപ്പെട്ട സംഭവം അങ്ങനെയും കാണും, ഇല്ലെന്ന് ഞാൻ പറയണില്ല. എന്നാൽ രാഷ്ട്രീയത്തിനകത്ത് ഒരു ഭാരവാഹിത്വം, എത്ര ഹൈ പൊസിഷനിൽ പഠിച്ച ആളായാലും കഴിവുള്ള ആളായാലും സാമ്പത്തിക ഭദ്രതയുണ്ടെങ്കിലും ഒരാളുടെ ഉച്ഛിഷ്ടം തിന്നൂല്ല. എന്ന് വെച്ചാൽ ഒരുത്തൻ്റെ ചായ ഫ്രീ ആയിട്ട് കുടിക്കത്തില്ല എന്നുള്ള സ്വഭാവക്കാരി ആണെങ്കിൽ സത്യസന്ധമായ സ്ത്രീകളെ ഇവർ ഒതുക്കി ചവിട്ടി തേച്ച് പുറത്താക്കുകയുള്ളൂ, പ്രവർത്തിക്കാൻ അനുവദിക്കത്തില്ല. അപ്പോൾ ചീത്ത കാര്യങ്ങൾക്ക് മൗനസമ്മതം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഭാരവാഹിത്വം കിട്ടും. ഇനി തെറ്റായ കാര്യത്തിന് ഈ പഴകിയിരിക്കുന്ന നേതാക്കന്മാരുണ്ടല്ലോ, ഇപ്പം എല്ലായിടത്തും ഡയ്യും ഒക്കെ അടിച്ച് മിടുക്കന്മാരായിട്ടിരിക്കണം. എന്ന് വെച്ചാൽ അടുത്ത LDF ഇറങ്ങിയിട്ട് വേണം അവരിൽ ചിലർക്ക് എന്ന് വെച്ചാൽ ഈ ആഭാസന്മാരായ ആളുകൾക്ക് വീണ്ടും മന്ത്രിയാവണമെന്നാണ് ആഗ്രഹം. പക്ഷെ അതിന് കൂട്ടു നിൽക്കാൻ കുറേ നല്ല നേതാക്കന്മാർ സഹായിക്കുന്നു. അതാണ് കഷ്ടം. നമ്മളെ രാജ്യത്തിൻ്റെ സംസ്കാരം കെട്ടുപോയി എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദാഹരണമാണിത്. സംസ്കാരം എന്ന് പറയണ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല. കാരണം സംസ്കാരത്തിന് വേണ്ടി ഞാൻ പറയുന്നത് ഈ ഭരണാധികാരികളെ അതെല്ലാ കാര്യങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കണം. ശരിക്കും പറഞ്ഞാൽ സംസ്കാരത്തിൻ്റെ പേര്, കൾച്ചറിൻ്റെ പേര്, കമ്മ്യൂണിറ്റിയിൽ നല്ല സംസ്കാരം ഉണ്ടാകാൻ വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി പോലും വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. കാരണം അത്രയ്ക്ക് മോശമായ അനുഭവമാണ് പൊതുരംഗത്ത് ജനങ്ങൾക്ക് കിട്ടുന്നത്. ആണുങ്ങൾക്ക് പോലും ശല്യം ചില നേതാക്കന്മാർക്ക് നിന്നുണ്ടായിരുന്നു. അതുപോലും രഹസ്യമായിരുന്നു ആണുങ്ങൾ ആ കുട്ടികൾക്ക് നേതാവിനെ കാണാൻ ചെന്ന് എന്ന് വരുമ്പം പുരുഷ നേതാക്കന്മാരിൽ നിന്ന് ചില ഒറ്റപ്പെട്ട അനുഭവങ്ങൾ പുറം ലോകത്ത് പറയാൻ പറ്റാത്തത് ഉണ്ടായിട്ടുണ്ടെന്നാണ് കേട്ടറിവ്. ഞാൻ നേരിട്ട് കണ്ടില്ലെങ്കിലും അതിൽ ഞാൻ വിശ്വസിക്കണം. കാരണം അത് ചുമ്മയൊന്നും അല്ല. ചിലർക്ക് ഞരമ്പ് രോഗം കാണും, അധികാരം കാണും, പണം കാണും. അപ്പോൾ അവർക്ക് എന്തും ആകാം. അവർക്ക് കേസില്ല, കോടതിയില്ല, എല്ലാത്തിലും രക്ഷപ്പെടുത്താൻ ആളുകൾ കാണും. അപ്പം അത് മാറണം. ഈ പയ്യനെ സംബന്ധിച്ച് ഇതൊരു അവിവാഹിതൻ. എന്ന് തുടങ്ങിയിട്ടുള്ളതാണ് ഈ പണി. ഏതോ ഒരു പാവപ്പെട്ട പെണ്ണ് അത് റെക്കോർഡ് ചെയ്തുകൊണ്ട്
നമുക്ക് ബോധ്യമായി സാധാരണ ആളുകൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഇത് അവന് വന്ന ഒരു വലിയ മടത്തനമാണ്. കാരണം ഇന്നിപ്പോൾ റെക്കോർഡ് എല്ലാവരും ചെയ്യുമെന്ന് അറിയാനുള്ളതുകൊണ്ട് റെക്കോർഡിങ് ചെയ്യാത്തവരെ കുറിച്ച് പോലും സമൂഹത്തിൽ ഈ ആഭാസന്മാർക്ക് ഭയമാണ്. അവർ റെക്കോർഡ് ചെയ്താലോ എന്ന്. പക്ഷെ ആ പെൺകുട്ടിയെ ഞാൻ ആയിരം അഭിനന്ദനം ആ പെൺകുട്ടിക്ക് അർപ്പിക്കണം. കാരണം അവളെ ഒരാൾ പീഡിപ്പിച്ചു, ഗർഭിണിയാക്കി. അവൾക്ക് അവൻ്റെ ആ ശബ്ദം പിടിച്ചെടുക്കാനും അത് സൂക്ഷിക്കാനും കഴിഞ്ഞില്ലേ? ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് കഴിയില്ല. കാരണം അത്ര കഴിവൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ എന്തിനെ അള്ളിപ്പിടിച്ച് കിടക്കണ MLA ആയാലേ മാസം തോറുമുള്ള ശമ്പളം കുറവാണെങ്കിലും അതിനേക്കാളും 10 ഇരട്ടിയല്ലേ കിമ്പളം കിട്ടണത്. അതുകൂടാതെ ബാറ്റ എന്നും പറഞ്ഞിട്ട് എത്ര രൂപയാണ് എഴുതിയെടുക്കണം. അപ്പം ടോട്ടലായിട്ട് സാമ്പത്തികമായിട്ട് യുവന്മാർ പന്നത്തരം കാണിച്ചിട്ട് വളർന്ന് പന്തലിക്കുകയാണ് ചെയ്യണം. മാന്യമായ നേതാക്കന്മാരുടെ എണ്ണം കുറവാണ്. ചീത്തയല്ലാത്ത ആളുകളുടെ എണ്ണം നമ്മളെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ കുറവാണ്. അപ്പം അവർക്ക് ശബ്ദിക്കാൻ പറ്റൂല എങ്കിൽ ഈ ആവാസന്മാരെല്ലാം കൂടെ അവരെയും ചവിട്ടി ഒതുക്കും. ഞാൻ പറയാം, എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവിൽ മുല്ലപ്പള്ളി രാമേന്ദ്രനൊക്കെ ഒരു ചീത്തയല്ല. ഞാൻ എൻ്റെ 30 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്ക് ഒരുപാട് കാലം ഞാൻ PJ ജോസഫിനെയും ഡോക്ടർ KC ജോസഫ് അവരൊക്കെ MLAമാരാണ്. അവരെയൊക്കെ കാണാൻ പോയിട്ടുണ്ട്. അവരിൽ നിന്ന് ആ ഒരു പ്ലെയിൻ കേസ് PJക്കെതിരെ വന്നെന്നുള്ളതല്ലാതെ റിയലി കണ്ട സത്യം പറഞ്ഞ PJ ജോസഫും കുട്ടനാട് MLA എന്നും പെണ്ണുങ്ങളെ ചീത്തയാക്കാൻ നോക്കൂല. അവർ കാറ്റത്ത് കഥവടിക്കുമെന്ന് പേടിച്ച ഒരു ഡോറ് ചാരും. പക്ഷെ അവർ ചീത്തയല്ല. അവർ വ്യഭിചാര വർത്താനം ഒന്നും പറയത്തില്ല. അങ്ങനത്തെ നല്ലവർ നമ്മളെ സമൂഹത്തിൽ ഉണ്ട്. പക്ഷേ ഇപ്പോഴ് ആവാസൻ്റെ പിറകെ നടക്കാൻ എത്ര ആമ്പിള്ളരും എത്ര നേതാക്കന്മാരും. അതുകൊണ്ട് രാഹുൽ എത്രയും പെട്ടെന്ന് രാജിവെക്കണം. പിന്നെ ഇപ്പോഴ് ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയൊക്കെ ഒന്ന് ശബ്ദിച്ചു. പക്ഷെ ഇവരൊക്കെ ഒരുപാട് കാലം വാടച്ചിട്ട് തെറ്റിന് കൂട്ടുനിന്ന വനിതാ നേതാക്കന്മാരാണ്. അവരെ ഞാൻ അഭിനന്ദിക്കുന്നില്ല. അവരൊരുപാട് കഥ കണ്ട് അനുഭവിച്ചിട്ട് അവർ മിണ്ടാപ്പൂച്ചയായിട്ട് നിന്ന് അവരൊക്കെ സംസ്ഥാന നേതാവ് സ്ഥാനവും MLA സ്ഥാനവും അവർ നേടിയെടുത്തു. മിണ്ടാപ്പൂച്ചയായിട്ട് നിന്നതിനുള്ള ഫലമാണ് കേട്ടോ. അല്ലാതെ അവർ ചീത്തയായെന്നല്ല ഞാൻ പറയണേ. പക്ഷേ ചീത്തയാവുന്നവർക്ക് ഇതിനേക്കാളും പെട്ടെന്ന് കൂടുതൽ ഉയരങ്ങളിലെത്താൻ പറ്റും. അതുകൊണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് 1 മിനിറ്റിനകം ഈ രാഹുൽ രാജിവെക്കണം. എന്നിട്ട് രാഹുലിനെതിരെയുള്ള കേസ് അന്തസ്സായിട്ട് പിണറായി സഖാവ് മുന്നോട്ട് കൊണ്ടുപോകണം. ആര് തെറ്റ് ചെയ്താലും പിണറായി സഖാവ് ചീത്തയാണെന്ന് ഞാൻ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടുകൂടെ ഇല്ല. പക്ഷെ ചീത്ത ആൾക്കാരുണ്ട്. ഏത് ചീത്തേനെ ഒതുക്കാൻ പറ്റുന്ന ഒരു ചിന്താഗതി നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വരണം. എങ്കിലേ അടുത്ത തലമുറയിലെ കുട്ടികൾക്ക് പൊതുരംഗത്തിറങ്ങാൻ പറ്റൂ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഹരമാണ്. കാരണം ഞാനൊക്കെ 9ാം ക്ലാസ് വെച്ച് പഠിത്തം നിന്ന ഞാൻ 10 പഠിച്ച് 78ാം ആണ്ടിൽ SSLC പാസ്സായി, പ്രീ ഡിഗ്രി പാസ്സായി, ഡിഗ്രി എടുത്തു. ഇന്ത്യൻ ഘടനയിൽ ഡിഗ്രി എടുത്ത ആളാണ്. എന്നെയൊക്കെ ഈ ചീത്ത അല്ലാത്തതുകൊണ്ട് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആക്കാൻ നാട്ടിലെ പെണ്ണുപിടിയന്മാർ സമ്മതിക്കൂല. പെണ്ണുപിടിയന്മാരുടെ ഭയങ്കര വളർച്ചയാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന. അതിന് അറുതി വരണം. ആഭാസന്മാർ ഇനി ഇവിടെ DCC ഓഫീസിലായാലും KPCC ഓഫീസിലായാലും മറ്റെവിടെ ആയാലും കയറി നിരങ്ങണ്ട. അവരെയൊക്കെ ഒതുക്കിയിട്ട് അന്തസ്സും അഭിമാനവും ഉള്ള സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെയുള്ളവർ പ്രധാന സ്ഥാനത്ത് വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞ് എൻ്റെ അഭിപ്രായം. ഈ ഒരു ചോദ്യം കൂടെ, ഈ CPM-ൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ആരോപണങ്ങൾ നേരിട്ടിട്ടും നേതാക്കന്മാരുൾപ്പെടെ രാജിവെച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ രാഹുലും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തു വലിയ പ്രതിഷേധം സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാലും രാജിവെക്കുമോ രാജിവെക്കില്ല എന്നുള്ള നിലപാടല്ലേ അവർ സ്വീകരിക്കുക? അത് തെറ്റായ ചെളിയായ ഒരു തീരുമാനമാണ്. തറ കല്യാണം കഴിച്ചിട്ട് ഒരു ഭാര്യയെ പോരെന്ന് തോന്നുന്നവൻ അറബികളെ കണക്ക് 3 ഭാര്യയെ കെട്ടിക്കോടാന്നാണ് ഞാൻ പറയണത്. നീ കെട്ടി 3 ഭാര്യനെയും സംരക്ഷിച്ച് അതിലുണ്ടാവണം മക്കളെയും സംരക്ഷിച്ച് സമൂഹത്തിൽ നീ നല്ലത് ചെയ്. നിനക്കൊരു പെണ്ണ് പോരെങ്കിൽ ഒളിച്ചും പതുങ്ങി നാട്ടിൽ കിടക്കണ അച്ഛൻ പ്രായമുള്ള നേതാക്കന്മാർ കൊച്ചു പെമ്പിള്ളേർക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് എത്ര കുട്ടികളെ ദ്രോഹിച്ചിട്ടുണ്ടെന്നറിയാം. ഇതെല്ലാം ഇനി കണ്ടിന്യൂസ് ആയിട്ട് നടക്കരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. കാര്യം കുറച്ച് കൊച്ചണ്ണന്മാരുണ്ട്. അവനൊക്കെ പ്രേമിക്കണം പെമ്പിള്ളേരെയും കൊണ്ട് റൂമിൽ വരും. അവസാനം ഇയാള് ഡിമാൻഡ് വയ്ക്കും. അപ്പൊ അവന്മാരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വലിയ കളവൻ യമനൊരു സാധനം കിട്ടും. അപ്പൊ ഈ ഭാരവാഹിത്വങ്ങൾ വ്യഭിചാരത്തിന് വേണ്ടി കൊടുക്കുന്ന പ്രതിഫലം, പിന്നെ MLA സീറ്റ് കിട്ടണമെങ്കിൽ എന്തൊരു പാടാണ്. ചീത്ത സ്ത്രീയൊക്കെയല്ലേ കൊടുക്കൂ ഇവര്, അല്ലാത്തവർക്ക് കൊടുക്കൂല.
അതുകൊണ്ട് എല്ലാത്തിനും ഒരു അറുതി വരണമെന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ഈ സന്ദർഭങ്ങളെ ഞാൻ ഇത് പറയാൻ വിനിയോഗിക്കുകയാണ്, ഒരു നല്ല ഫെമിനിസ്റ്റിൻ്റെ കണക്ക്. എന്തായാലും പൊതുപ്രവർത്തകയായ എസ് മണിമേഖല ഇപ്പോൾ സത്യാഗ്രഹം ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ തന്നെ രാജിവെക്കുക എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ഇത്തരത്തിൽ പൊതുസമൂഹത്തിൽ നിന്നും ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ആ ഒരു സസ്പെൻഷൻ കാലാവധി 6 മാസം മാത്രമാണ് ഉള്ളത്. എന്തായാലും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ നടപടികളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.